സ്വന്തം പാലക്കാടിന് മഹിമ ചില്ലായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടാ. ഒരു കാര്യം പറയാം, ഇന്ന് സ്പെഷ്യൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ഗസ്റ്റ് കടന്നു വരുന്നത്. ആരാന്ന് മാത്രം ഞാൻ പറയില്ല, കാണിച്ചു തരാം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു നമ്പൂതിരിൻ്റെ അവിടെ പോകണം. നാളെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് അപ്പം ഗസ്റ്റ് ആരാന്ന് കാണണ്ടേ? ആരുമല്ല, എൻ്റെ സ്വന്തം അമ്മമണികളാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഹായ് പറയൂ. എന്താ പേര് പറയൂ? ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഗസ്റ്റ് എന്താ വാങ്ങിട്ട് വന്നിരിക്കുന്നത് അറിയോ? സീതാപ്പഴം. ഇപ്പോഴും മാത്രമില്ല കേട്ടോ, കുറെ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട്. ആപ്പിൾ എന്തൊക്കെ എടുക്കൂ അമ്മ മണികളാ എടുക്കൂ. അവർക്കൊക്കെ അന്തം വിട്ട് നിൽക്കണേ. വീഡിയോ ചെയ്യുന്നത് ഇവര് ആ ലോകത്തൊന്നും കണ്ടിട്ടില്ല. ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ആ ബാക്കി ആപ്പിൾ ഓറഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മമണികൾ മേടിച്ചിട്ട് വന്നിരിക്കുന്നത് അതിന് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന അമ്മമണികൾ രണ്ടുപേരും. ആപ്പിൾ ഓറഞ്ച് എന്ന് സ്പെഷ്യൽ എന്താ ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ മീൻകറി ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സമയം ഒരുപാടായി. ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം പറഞ്ഞില്ലേ, നമ്പൂതിരി ജോസിക്കാരൻ്റെ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ജോസിൻകാർ അവരുടെ അടുത്താണ് പോകുന്നത്. എന്നെ തിരുത്താൻ വരുന്നുണ്ടോ അമ്മമണികളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ജോസിൻ്റെ അവിടത്തേക്ക് പോകുന്ന വീഡിയോസ് കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ നാട്ടു വർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ കാണുന്നുണ്ടോ? ഈ ചേട്ടൻ ഈ വീട്ടിൻ്റെ ഓണറിൻ്റെ നമ്പർ ചോദിച്ച് വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ പേരെന്താ? ദർവേഷ്. എന്താ ദർവേഷ് ഏട്ടൻ ഓണറിൻ്റെ നമ്പർ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നായിരുന്നു ഒരു ആളിനെ പരിചയപ്പെട്ടത്. അപ്പം എന്തായാലും നമ്പർ കൊടുക്കാമല്ലേ? അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. ജോസിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നടന്നു പോവാണ്. രണ്ടുപേരിൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. പേര് ഭാഗ്യവതി ആൻഡ് ഇന്ദിര. അമ്മമണികളാണ് കേട്ടോ, രണ്ടും സുന്ദരിമണികളാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന സ്ഥലം ജോസിയെ നോക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഞങ്ങൾ നാളെ വെച്ചാൽ നോക്കാൻ പോകണം. ജാതകമൊക്കെ നോക്കിയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബറായിട്ടാണ് ഇപ്പം സ്പീഡപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അമ്മമണിയെ എപ്പോഴും ധൃതി പിടിച്ചുകൊണ്ടിരിക്കുക. ഏതി കൂടിയ ബസ് വരുന്നത്, എവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാൻ സൈലൻറ്റ് കൂൾ ഡൗൺ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പം മിണ്ടാതെ വരുന്നു. രണ്ട് അമ്മമണികൾ. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഒരു വിധം സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയിലൊക്കെ അമ്മ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഈ സീറ്റിലാണ് ഇരുന്നിരിക്കുന്നത് ബസ്സിലോട്ട്. പാലക്കാട് എന്ന കൊച്ചു കിനാശ്ശേരി എന്ന ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ അവിടെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ജോസിൻ്റെ അങ്ങോട്ട് കയറി പോവുകയാണ്. ജോസിൻ ഇതാണ് കേട്ടോ, ജോസിൻ്റെ കട. ഇതാണ് കട കേട്ടോ, ഞങ്ങൾ കയറി പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ സ്വന്തം പാലക്കാട് മഹിമ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജോസിൻ്റെ അവിടെ പോയി കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയി. സത്യസന്ധമായിട്ട് അത് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അത് ദൈവപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും മുഖം പോറ്റി മിണ്ടാതിരിക്കുക. ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കടയാണ്, ബിരിയാണി കട. കുറച്ച് വീഡിയോസൊക്കെ നല്ല ഹിറ്റാണ്. രണ്ടുപേരും എൻ്റെ വീഡിയോയിൽ വരാൻ വേണ്ടി ഭയങ്കര മടിയാണ്, എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കും.
എല്ലാം നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ ബൈ. എപ്പോഴും എനിക്ക് ലാസ്റ്റ് കിട്ടുള്ളൂ, ഫസ്റ്റ് കിട്ടുന്നതിന് എൻ്റെ കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും ലക്കാണ്. ഫസ്റ്റ് ഫുഡ് അവർക്ക് കിട്ടും, ഫസ്റ്റ് അവർക്ക് കിട്ടാൻ ലാസ്റ്റ് ആയിരിക്കും എനിക്ക് വരുന്നത്. അതാ കേട്ടോ, ചില്ലി ചിക്കൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നത് നല്ല ബിരിയാണിയാണ്. മാമന് എല്ലാവർക്കും വരും കേട്ടോ. കിനാശ്ശേരിയിൽ ഒരു ചെറിയൊരു കടയുണ്ട്, നല്ല രസമുള്ള കടയാണ്. ഇവിടെ അമ്മയും രണ്ട് അമ്മമണികൾ കുഞ്ഞും പറയുന്ന കേട്ടിട്ടില്ലല്ലോ. വീഡിയോ ഇങ്ങോട്ട് തിരിച്ച് സൈലൻ്റ് ആയിരിക്കും. ഫോട്ടോ ഇങ്ങനെ എടുക്കണം പറഞ്ഞാൽ രണ്ടുപേരും ഇരിക്കണ കണ്ടില്ലേ? കല്യാണ വീഡിയോസിൽ വീഡിയോ വരുമ്പോൾ സൈലൻ്റ് ആയിരുന്നു കഴിക്കുക പറയില്ലേ, അതുപോലെയാണ് അമ്മമണികൾ രണ്ടും ചെയ്യുന്നത്. എല്ലാവരും പാലക്കാടിൻ്റെ മഹിമ ചില്ലായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ വെറുതെ ഒന്ന് കയറിയതാണ്. അപ്പോഴാണ് മമ്മി ഇരിക്കുന്നു. അപ്പൊ എന്താണ് കഴിക്കുന്നതെന്ന് അറിയോ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. കൂടാതെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കേട്ടോ, പെണ്ണായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ കണ്ടത്. ഭയങ്കര സന്തോഷവരികയാണ്. നിങ്ങളുടെ സ്വന്തം പാലക്കാട് മഹിമ ചില്ലായിട്ട്. അപ്പോ നമ്മുടെ അടുത്ത സിനുക്കന്യ മമ്മി ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കുടുംബിനെ പോലെ വെറുതെ ഒന്ന് ഗസ്റ്റ് വിസിറ്റ് ചെയ്താൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് മമ്മിനെ കണ്ടത്. ചില്ലായിട്ട് പാലക്കാടിന്റെ സ്വന്തം മഹിമ. ഇപ്പൊ ഞാന് സിനുക്കന്യ, എന്താ അഭിപ്രായം പറയും മമ്മി? എത്രയും ദിവസങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു. ഫാമിലിയും അതുപോലെ തന്നെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ലൈഫാണ്. അപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടല്ലോ, അത്രമാത്രം മതി. അത് മാത്രമല്ല, ഇന്ന് ബിരിയാണി, ചിക്കൻ ബിരിയാണി മമ്മി തന്നെയാണ് പ്രിപ്പറേ ചെയ്തത്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലച്ചുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ പോകും, എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. ഓക്കെ മമ്മി, ഈ ഒരു മൂമെന്റിൽ മമ്മിയെ കാണാൻ പറ്റില്ല, വലിയ സന്തോഷം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം പാലക്കാടിന്റെ മഹിമ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. വീഡിയോസിൽ കഴിഞ്ഞിട്ടില്ല, വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നദിനെ കണ്ടു കേട്ടോ. കുറേ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം എത്ര മാസമായി? 2 മാസമായിട്ടുള്ളൂ. ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലേ? എന്താ അഭിപ്രായം സർജറി ചെയ്തിട്ട്? നല്ല ഭംഗിയുണ്ട് എന്നല്ല, എന്താണ് ഫീലിങ്സ്? സാറ്റിസ്ഫൈഡ് ആണോ? നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അവൾക്ക് ഈ ലൈഫ് നല്ല ഹാപ്പി ആയിട്ടാണ് അവള് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ മഹിമയുടെ കൂടെ നമ്മുടെ സ്വന്തം നദിയും. ഇവളെ എടുത്തില്ല എന്ന് വേണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ചില്ലായിട്ട് വരട്ടോ പെണ്ണായിട്ട്. പാലക്കാടിന്റെ മഹിമയുടെ വീഡിയോയില് ഒത്തുചേർന്നുകൊണ്ട് ഒരു കപ്പിൾസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും കയറി വരുന്നത്. കയറി അങ്ങോട്ട് എവിടേക്കോ കറങ്ങിയിട്ട് വരികയാണ്. ഇതാ വരുന്ന കപ്പിൾസ്. പാലക്കാടിന്റെ സ്വന്തം മഹിമയാണ്. യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം കപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ബൈ. ഞാൻ പാലക്കാടിന് മഹിമ ഗസ്റ്റ് കള്ളിയൊക്കെ പറഞ്ഞയച്ച് വിട്ട് ഇപ്പം ഞാൻ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച്. കടയിലെ സാധനങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ ബില്ല് പേ ചെയ്യണം, ഇങ്ങനെ സാധനങ്ങൾ എടുക്കണം പറയണം. അപ്പോൾ വീഡിയോസ് എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പോണ വഴിക്ക് എടുത്ത് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറേ ഫ്രണ്ട്സുമാരിനെ കണ്ടു, കുറേ പേരിനെ മീറ്റ് ചെയ്തു. സെലിബ്രിറ്റികളൊക്കെയാണ്. അതെ, എല്ലാവരും കണ്ടു. ഇനിയും ഒരു കുട്ടിക്ക് വയ്യാന്ന് പറയണത് ഞാൻ കേട്ടു, സുഖമില്ലാന്ന്. ഞാൻ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്, വേറെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ജസ്റ്റ് ആ വഴി ഒന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അതേപോലെ തന്നെ മുഖ്യമായിട്ടുള്ള കാര്യം എന്താണ്, ഇന്ന് നമ്മൾ പോയ വിഷയം ജോസിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ജോസിനെ നോക്കാൻ വേണ്ടി പോയി. പക്ഷെ നല്ലതാണ്, നല്ല അഭിപ്രായം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്താ പറയുക,
സഗുണൻ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ഞമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് അവർ പറഞ്ഞു തന്നു. അതുപോലെ എന്തെങ്കിലും ഫ്രണ്ട്സ്മാരാരെങ്കിലും കൂടെ ഉണ്ടാവും. ഇപ്പം ഞാൻ എല്ലാവരും പോയി ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. അമ്മയെ കണ്ടപ്പോൾ അവിടെ നിന്ന് കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു, ഡീലാക്കി അവനെ പറഞ്ഞയച്ചു വിട്ടു. ഇപ്പം ഞാൻ പാലക്കാടിൻ്റെ സ്വന്തം മഹിമ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ സമയമായിട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം പാലക്കാടിൻ്റെ മഹിമ. കുറേ മുക്കലും മുള്ളലൊക്കെ ഉണ്ട് വീഡിയോയിൽ. അതൊക്കെ നിങ്ങൾ കംപ്ലൈൻ്റ് ആക്കി എടുക്കാതെ അതൊക്കെ നമ്മൾ ഒരു ലൈവിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചില്ലായിട്ട് നിങ്ങളുടെ ബെല്ലാക്കിനും കൂടി അടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. ചില്ലായിട്ട് നിങ്ങളുടെ സ്വന്തം പാലക്കാടിൻ്റെ മഹിമ.